അല്ല, ബി ജെ പിയിൽ കാണിച്ചത് തന്നെ ശുദ്ധ തോന്നിവാസമാണ്. കാരണം ഇ ഡിയുടെ പേരിൽ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെ പോലും അറസ്റ്റ് ചെയ്യുന്ന ഒരു പ്രാകൃതമായിട്ടുള്ള സ്ഥിതിയിലേക്ക് ബി ജെ പി കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജിവെക്കാതെ ശക്തമായി ജയിലിൽ കടന്നുകൊണ്ട് പോരാടാൻ കേജ്രിവാൾ തീരുമാനിച്ചത്. അതിന് ഇന്ത്യ സഖ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ സഖ്യം പരാജയപ്പെടുത്തും. ഞാൻ പറയട്ടെ, ആശുപത്രിയിൽ മരുന്നില്ല, സർക്കാർ ആശുപത്രികൾ പാവങ്ങളുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെടുന്നു. അതുപോലെ തന്നെ പെൻഷനുകൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് ചില പെൻഷനുകൾ ചിലപ്പോൾ ചില ഏരിയയിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഒഴിച്ചാൽ ആവശ്യക്കാരുടെ 10-1 പോലും പെൻഷൻ പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭരണപരാജയം മറച്ചു വയ്ക്കാൻ സ്ഥാനാർത്ഥികളുടെ മഹിമ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് LDF എത്തിയിരിക്കുകയാണ്. കാരണം ഭരണത്തിനെ കുറിച്ച് ഒരു നല്ല കാര്യം പോലും പറയാൻ അവർക്കില്ല. എല്ലാത്തിനും കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുക. കേന്ദ്രം ചെയ്യുന്നത് 100% തെറ്റ് തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇതേ അവസ്ഥയുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അവിടെയൊന്നും വികസനം മുടങ്ങിയിട്ടില്ല. തെലങ്കാനയിൽ മുടങ്ങുന്നില്ല, കർണാടകത്തിൽ മുടങ്ങുന്നില്ല, തമിഴ്നാട്ടിൽ പോലും വികസനം മുടങ്ങുന്നില്ല. പക്ഷേ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ്? ഇവിടെ ധൂർത്താണ്. കേന്ദ്രത്തിൻ്റെ അവഗണന പോലെ തന്നെ ധൂർത്ത സംസ്ഥാനത്തിൻ്റെ ഒരു ഏർപ്പാടായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 സർക്കാരുകൾക്കെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുന്നത്. ഇവിടെ സി എമ്മിനോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഈ 862 കേസ് രജിസ്റ്റർ ചെയ്തെന്തിനാണ്? 2 മുന്നണികൾക്ക് ഇക്കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ്, ഈ നിയമം നടപ്പാക്കരുത് എന്നുള്ള നയമാണ്. പിന്നെ എന്തിന് കേസെടുത്തു? ഇവിടെ കേസ് വിഡ്രോ ചെയ്തതിൻ്റെ മഹത്വമാണ് പറയുന്നത്. വിഡ്രോ ചെയ്തിട്ടുണ്ടോ മുഴുവനായിട്ട്? ഇനിയും കേസ് ബാക്കിയാണ്. 100-200 കേസുകൾ ഇനിയും പിൻവലിച്ചിട്ടില്ല. ഇവിടെ അടിസ്ഥാന ചോദ്യം, എന്തിന് കേസ് രജിസ്റ്റർ ചെയ്തു? അപ്പോൾ രജിസ്റ്റർ ചെയ്താരാ? കേരള പോലീസാണ്, കേന്ദ്ര പോലീസല്ല. അപ്പോൾ കേന്ദ്രത്തിനോടൊപ്പം സഞ്ചരിക്കുകയും എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി ഭാവിക്കുകയും ചെയ്യുന്ന പിണറായിയുടെ ആ തനി സ്വരൂപം ഇത്തവണ 20 ജനങ്ങൾ പൊളിച്ചെടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല.